നമ്മുടെ പ്രിയപ്പെട്ട അനുഗ്രഹീതനായ ഗായകൻ നാസിർ ഭായിയുടെയും പൊന്നുമോൻ അച്ചുവിൻ്റെയും പേരിൽ തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു കൂട്ടായ്മയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ ഇതിലൊരു അംഗമാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ കലോപഹാരം നിങ്ങളുടെ മുന്നിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഞങ്ങൾ സമർപ്പിക്കും. ഓരോ പാട്ടിനും നിങ്ങൾ തരേണ്ടത് ചെറിയൊരു കാര്യം മാത്രം, ഒരു കയ്യടി. ഈയിടെ അമേരിക്കയിലെ ഡിസ്റ്റോ വാൽവി മെവിസ്റ്റോഡ് എന്ന ഒരു ഡോക്ടർ കണ്ടുപിടിച്ചത് കയ്യടിക്കുന്നത് മൂലം തലച്ചോറിലേക്ക് രക്തം കൂടുകയും എല്ലാവർക്കും നല്ല ഗ്ലാമർ കൂടും എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഗ്ലാമർ കൂട്ടിക്കൊണ്ടേയിരിക്കണം. എല്ലാവർക്കും ഗ്ലാമർ ഇഷ്ടമല്ല. നാഥൻ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടുകാരൻ ഖാദർ മുഗറാൾ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ഖാദർ ഭായ്. അച്ചു നാസിഫ് കാപ്പാട് എന്ന സംഗീത കുടുംബത്തിലെ സംഗീത കൂട്ടായ്മയിലെ എല്ലാ മണിമുത്തുകൾക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം. ആദ്യകാലം ഒരു ഭക്തിഗാനത്തോടു കൂടി ഞങ്ങളുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ ബന്ധുരുകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ കഷ്ടദാഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. വസ്തുതാ ശരിക്കറിയും വല്ലവ നിന്നോടു കേളും ദുർവിധിയാലെ പൊലിവും ദുഃഖം തീർക്കുവാൻ കഴിയും ഖാദിറായേ ജല്ല ഖൈറാക്കണേ യാ അല്ലാഹ്. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ ബന്ധുരോഗം ചിന്തയിൽ ദുആയിരന്നിടുന്നേ. എന്തിലും ഇല്ലാ നസീബ് എത്രയും പാവികരീവ് സ്വന്തമില്ലാരും തനീവ് സ്വത്തതും മക്കൾ കഴിവും ഇല്ല കക്ഷി ഞാനേ കഴിപക്ഷകം നീയാണേ. ബിസ്മിയും ഹംദും സ്വലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ.
ഗതി എന്നിൽ റഹ്മാനേ. ബിസ്മിയും ഹംദും സ്വലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നേടുന്നേ. കഷ്ടദാഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ഇല്ലാ നിനക്കായി ആദിയും അന്ത്യവും ഇല്ലാ ജനനവും മരണവും നിന്നിൽ. ഇല്ലാ നിനക്കായി ആദിയും അന്ത്യവും ഇല്ലാ ജനനവും മരണവും നിന്നിൽ. എല്ലാ സ്വരൂപവും നിഴലും നിന്നിൽ. എല്ലാ സ്വരൂപവും നിഴലും നിന്നിൽ. ഇല്ല നിനക്കായി സമന്മാരായാരും ഇല്ല നിനക്കായി സമന്മാരായാരും. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. നിന്നെ മാത്രം സ്തുതിക്കുന്നിതാ ഞാൻ നിന്നോടാശ്രയം തേടുന്നിതാ ഞാൻ. നിന്നെ മാത്രം സ്തുതിക്കുന്നിതാ ഞാൻ നിന്നോടാശ്രയം തേടുന്നിതാ ഞാൻ. അറിവില്ലാത്തൊരു പാപിയാമെന്നിൽ അറിവില്ലാത്തൊരു പാപിയാമെന്നിൽ ഇറയോനേ നീ വഴി കാട്ടിയിടണേ. ഇറയോനേ നീ വഴി കാട്ടിയിടണേ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. ആരാധനകൾ അർഹനായോനേ ആരിലും കാരുണ്യം ഏറ്റിടും പോനെ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. എനിക്കും പങ്കുകൊള്ളാൻ സാധിച്ചതിൽ ഈ വേദിയിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം എന്ന് പറയുന്നത്
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആസിഫ് കാപ്പാട്, അദ്ദേഹം ഒഴികെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അതിന് എനിക്ക് പടച്ചവൻ അനുഗ്രഹം നൽകിയതിൽ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും, അതുപോലെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്മാനിക്കയുടെ മകന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമാ ഗാനം, ഒരു മലയാള ചലച്ചിത്ര ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടാം അല്ലേ? പവിഴം പോ പവിഴാതരം പോ പനുരീ പൊന്മുകുളം പോ പവിഴം പോ പവിഴാതരം പോ പനുരീ പൊന്മുകുളം തൊടുച്ചോറയും പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിടത്താക്കളില്ലേ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, ജനമാർന്നിടത്താക്കളില്ലേ. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ, കുളിച്ചൂടി വരാ. പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമേടും മതിരാസവമായി ഇളമാനിളൻ കുളിർമാറിൽ സഖി. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമേടും മതിരാസവമായി ഇളമാനിളൻ കുളിർമാറിൽ സഖി. തരണാർദ്രമിതാ കലകാറ്റുകയായി വരു സുന്ദരിയിൽ മലർച്ചയ്യതിൽ. പവിഴം പോ പവിഴാതരം പോ പനിനീർ പൊന്മുകുളം പോ. തുടുച്ചോറയിൽ കുറച്ച് സിനിമാ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യണം ആദ്യം തന്നെ, പിന്നെ ബാക്കിയുള്ളത് പിന്നെ നോക്കാം അല്ലേ ഖദർ ഭായ്? അച്യുവിനെ ആസിഫ് കാപ്പാട് ബിഗ് ഫാൻസിലെ പരിപാടിയിൽ പോകാനുള്ള സിനിമാ താരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി കയറിയാട്ടെ. എടോ ഇൻട്രൻസ്, ബസ്സിന്റെ ടയറൊക്കെ ചെക്ക് ചെയ്തടോ. എല്ലാ ടയറും ചെക്ക് ചെയ്തോ, എല്ലാം ഓക്കെയാ. ശരി ശരി, ബസ് ഓടിക്കാനുള്ള കൊച്ചു പ്രേമനയുടെ മറ്റവി
പട്ടിയെ വിട്ടുള്ള ഏർപ്പാട്. വണ്ടി പോകുന്ന സമയത്താണ് അവിടെ ആ പട്ടി, നീ പട്ടിയുടെ കാര്യം പറയുന്നത്? ബസ്സിന് പകരം ഹെലികോപ്റ്റർ ആയിരുന്നെങ്കിൽ ഓടിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ബസ്സിന് നേരം വണ്ണം ഓടിക്കാൻ അറിയില്ല, അപ്പോഴാണ് നിന്റെ ഹെലികോപ്റ്റർ. എന്താടോ മാമുക്കോയ നേരം വൈകിയത്? ഒന്നും പറയണ്ട, നമ്മൾ വരുമ്പോൾ നമ്മൾ അമ്മായിൻ്റെ നാത്തൂൻ്റെ മുത്തൻ്റെ മോള് കല്യാണം. അപ്പോൾ അവിടുന്ന് കുറച്ച് കോഴി ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ വരുന്ന വഴിയാണ്. 24 മണിക്കൂറും തീറ്റ. വന്ന് വണ്ടി കയറ്. എന്താടോ കൊച്ചിന് ഇപ്പം നേരം വൈകിയത്? തൻ്റെ ഈ തടി വെച്ച് തനിക്ക് ബസ്സിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പാല് കുടിച്ച പതുകെട്ടക്ക് അല്ലെങ്കിൽ വേണ്ട, പാക്കറ്റത്ത് പാല് കുടിച്ചാൽ മതി. വന്ന് വണ്ടി കയറടാ. ആസാദ വർത്താനം കേട്ടാ തോന്നും ആസാ സിസ്പാക്കാന്ന്. അതെ, ഞാൻ കയറിക്കോളാം. പേടിക്കണ്ട. ശരി, എന്താടോ ലാലിയലക്സ് നേരം വൈകിയത്? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാടോ കള്ളു കുടിച്ചു വരുന്നത്? മിസ്റ്റർ മധുസാർ, താങ്കൾ എന്തോ വർത്തമാനമൊക്കെ ഈ പറയുന്നത്? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ 2 എണ്ണം വിട്ടേച്ചു പോകാമെന്ന് കരുതിയതാ. ശരി, വന്ന് വണ്ടി കയറ്. എന്താ കുതിരവട്ടം പപ്പു താടിക്ക് കൈയും വെച്ചിരിക്കുന്നത്? താമരശ്ശേരി ചുരമല്ല, ആസിഫായുടെ പരിപാടിക്ക് പോകുന്നു. വന്ന് വണ്ടി കയറ്. എന്താ എൻ്റെ ബാബു നമ്പൂരി കഷ്ടം വെച്ച് നിൽക്കുന്നത്? സത്യത്തിൽ കോഴി ബിരിയാണി എന്ന് കേട്ടപ്പോഴേ എൻ്റെ കരണ തടിച്ചതുപോലെ എനിക്ക് തോന്നിയത്. വന്ന് വണ്ടി കയറിയില്ലെങ്കിൽ നിന്റെ കരണം ഞാൻ പൊട്ടിക്കും. ഇനി അടുത്ത പാട്ടുകൾക്ക് ശേഷമാവാം. ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ആമിന ബീവിതൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, മാലോകം വാഴ്ത്തിയ ഈശലല്ലോ. മുത്തേ മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവിതൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ഇരുളിൽ തെളിനീട്ടി വന്നോ റസൂലുള്ളാഹ്. ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീമുള്ളാഹ്. കലിമ ഷഹാദത്ത് ഖമറായി സ്വഫിയുള്ളാഹ്. ഒളിലെങ്കും തൗഹീദ് പുണ്യ സിറാജല്ലോ. കാലം കാടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൻ തിരുസത്തല്ലോ. ആശിമിലായി പെറ്റ നൂറുള്ളാഹ്. അംബിയനാജരിൽ സ്വല്ലല്ലാഹ്. ആമിന ബീവിതൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ.
എന്റേതാ. ഓ ആയിഷ, എൻ ജീവനാ, എൻ കണ്ണിലും ഈ നെഞ്ചിലും. ഓ ആയിഷ, നീ മാത്രമാ. ഹേ ആയിഷ, നീ എന്റേതാ. നിങ്ങളൊരു പാടില്ല, നീയല്ലാതൊരു പെണ്ണുമില്ല. അഴകി മരുഭൂമിൽ മനമുരുകി പാടുന്നു ഞാനും. സ്വപ്നങ്ങളൊരു പാടില്ല, നീയല്ലാതൊരു പെണ്ണുമില്ല. അഴകേ മരുഭൂമിൽ മനമുരുകി പാടുന്നു ഞാനും. നിലവേ എന്നുയിരേ വരുമൊരു നാളവിടെ, നിലവേ എന്നുയിരേ വരുമൊരു നാളവിടെ. അന്നെൻ്റെ പൂവിനെ ഞാൻ മാറോടണച്ചിടാം. ഏ ആയിഷ, നീ എന്റേതാ. വിട പറഞ്ഞ നാൾ തൊട്ടന്നുള്ളിൽ വിരഹത്തിൻ കനലുകളെരിയുന്നു. ദുഃഖങ്ങൾ ഒരുപാട് നെഞ്ചിൽ ദുരിതത്തിൻ കടലായലയുന്നു. വിട പറഞ്ഞ നാൾ തൊട്ടന്നുള്ളിൽ വിരഹത്തിൻ കനലുകളെരിയുന്നു. ദുഃഖങ്ങളൊരുപാട് നെഞ്ചിൽ ദുരിതത്തിൻ കടലായലയുന്നു. മലരെ മമ സഖിയേ പൊഴിയരുതീ വഴിയേ, മലരെ മമ സഖിയേ പൊഴിയരുതീ വഴിയേ. സ്നേഹത്തിൻ പൂമഞ്ഞായി നിന്നെ പൊതിഞ്ഞിടാം. ഏ ആയിഷ, നീ എന്റേതാ. ഓ ആയിഷ, എൻ ജീവനാ.
യു ലിസ. കണ്ണു പൊറുക്കയിട്ടും വന്നല്ലേ നണ്ട എന്തിയോന്ന് വഞ്ചിച്ചല്ലേ കണ്ണു പൊറുക്കയിട്ടും വന്നല്ലേ നണ്ട എന്തിയോന്ന് വഞ്ചിച്ചല്ലേ നോക്കുകല്ല നോക്കി ആ ചിരിക്കുകല്ല ചിരിച്ച് നോക്കുകല്ല നോക്കി ചിരിക്കുകല്ല ചിരിച്ച് ഇപ്പെന്തി ഓടിയ പോടല്ലേ പ്ലീസ് ഓപ്പറേറ്റ് എവരിബഡി കണ്ണു മായ പാടുന്നു നമ്മ ശിവായ കൈലാസൈ കൊണ്ടുന്നു. കണ്ണു പൊറുക്ക ഇഷ്ടം പറഞ്ഞല്ലേ നണ്ട കണ്ട എന്തിയോന്ന് വഞ്ചിച്ചല്ലേ. ഒരു പെണ്ണ് തൻ്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവൾ എന്നോട് ലൈല എന്ന് കരുതുന്ന ചെറുപ്പക്കാരാ ഞാനൊന്ന് പറയട്ടെയോ. പെണ്ണെന്ന വർഗം അവൾ ചിരിച്ചുകൊണ്ട് അടുക്കും കരഞ്ഞുകൊണ്ട് ചതിക്കുമെന്ന് ഒരു വടക്കം മിരകഥ സിനിമയിൽ മമ്മൂട്ടി പോലും പറഞ്ഞില്ലേ. ചിരി വരൂ പാമ്പിനെ നമ്പ് ചിരിച്ചു വരുന്ന പെണ്ണിനെ നമ്പിക്കൂടാതെന്ന് ഏതാണ്ട് ഒരു സിനിമയിൽ. Ladies and gentlemen, all of you please clap. It's coming to Asif Kapada. സ്നേഹം എന്ന വാക്കിന് അർത്ഥം വച്ച നമ്മുടെ മുത്ത് ആസിഫ് ഭായി എത്തിയിരിക്കുകയാണ്.
ആസിഫ് കാപ്പാടിൻ്റെ പേരിലാണല്ലോ അച്ചു ആസിഫ് എന്ന സുന്ദര വീടല്ലോ. ആസിഫ് കാപ്പാടിൻ്റെ പേരിലാണല്ലോ അച്ചു ആസിഫ് എന്ന സുന്ദര വീടല്ലോ. ഫത്താഹിൻ കരവിരുതിൽ നിർമ്മിതമാണല്ലോ ഞങ്ങൾക്ക്. എല്ലാവരും ആസിഫ് ഗായിക്ക് നല്ലൊരു കയ്യടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്കും സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. അവരെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെയും എൻ്റെ മകൻ അച്ചുവിൻ്റെയും നാമധേയത്തിൽ തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫത്താഹ് എന്ന് പറഞ്ഞ സുഹൃത്ത് അവൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അവനിങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, "എക്ക ഒരു ഗ്രൂപ്പ് തുടങ്ങണമെന്ന് വളരെ അതിയായ ആഗ്രഹമുണ്ട്." അങ്ങനെ ഫത്താഹ് കുറച്ച് മെമ്പേഴ്സിനെ, അതായത് എനിക്ക് അധികം പരിചയമില്ലാത്ത കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇക്കാനെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഒരു 4-5 ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലുള്ള എല്ലാം നല്ല കഴിവുറ്റ, നല്ല സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മണിമുത്തുകളാണെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് മനസ്സിലായി. വസന്തേട്ടൻ്റെ വരവും കാദർശയുടെ വരവും